ജമാഅത്ത് പഴയ പോലെ വർഗീയതയല്ല, ഭൂമി പരന്നതല്ല എന്ന് ശാസ്ത്രം പറയുന്നതിന് മുമ്പ് പ്രവാചകൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾ മുഖ്യമന്ത്രി ആയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യം എന്താണ്? ഈ ജമാഅത്ത് ഇസ്ലാമി വർഗീയമല്ല എന്നൊക്കെ പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് നുണ പോലും അല്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി ഒരു കമ്മ്യൂണൽ സാധനമാണല്ലോ. അതിനകത്ത് പിന്നെ എന്താണ്, ഹുക്കുമത്ത് ഇലാഹി ആണല്ലോ ജമാഅത്ത് ഇസ്ലാം. ഹുക്കുമത്ത് ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാഹിയുടെ ദൈവത്തിൻ്റെ ഭരണം, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ആരാണ്? എല്ലാ ദൈവങ്ങളുമാണ്? അല്ല, ഒരു ദൈവം, ഒരു ദൈവത്തിൻ്റെ ഭരണം, ഒരു ദൈവത്തിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ആരുടെ ഭരണമാണ്? അത് പിന്തുടരുന്ന ആളുകളിൽ. അപ്പോൾ അത് കമ്മ്യൂണലായില്ലേ, വിഭാഗീയമായില്ലേ, സെപ്പറേറ്റിസം ആയില്ലേ, എല്ലാം ആയി. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന കമ്മ്യൂണൽ അല്ല എന്ന് പറയുക, അത് ഉപ്പല്ലെന്ന് പറയുന്നത് പോലെ അല്ലേ? സിമ്പിളി ഉപ്പാണ്, ഉപ്പിന് ഉപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിന് പ്രത്യേകിച്ച് കമ്മ്യൂണലാന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണ്. ബിക്കോസ് എന്താണ് അവരുടെ ഐഡിയോളജി? അതെങ്ങനെ അവർ മാറ്റുന്നത്? ഹുക്കുമത്ത് ഇലാഹി അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഒന്നും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. പിന്നെ പ്രാക്ടിക്കലായിട്ട് മാറ്റി വെക്കുന്നു. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. ഇവിടെ അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവർ നല്ല മഴ വരാൻ കാത്തിരിക്കുന്ന വിത്തുകളെ പോലെ കാത്തിരിക്കുന്നു. പിന്നെ ഭൂമി പരന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രീണനത്തിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാം? പ്രീണനത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ കമ്മ്യൂണലിസത്തെക്കാൾ ഭീകരമാണ് കമ്മ്യൂണൽ അപ്പീസ്മെൻറ്റ്. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഇൻസൈറ്റ് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമ്പോൾ പറയുന്നത് അവരും നമ്മളും എന്നുള്ള രീതിയിലാണ് ഈ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ കൂടെ ഉള്ളവരോട് പറയാം, എന്നാൽ നമ്മളിങ്ങനെയൊന്നും ആയാൽ പോരാ, നമ്മൾ കാലം മാറുകയാണ്, ലോകം മാറുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന പുഴുക്കുത്തുകളുണ്ട്, ഇതൊക്കെ നമ്മൾ മാറ്റണമെന്ന് ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരാൾക്ക് തൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയാം. ഗാന്ധിക്ക് ഹിന്ദുക്കളോട് പറയാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പോസിബിളാണ്. എന്നാൽ നിങ്ങൾ അപ്പീസ്മെൻ്റാണ് നടത്തുന്നതെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ ആരെയാണോ അപ്പീസ് ചെയ്യുന്നത് അയാളോട് ഒരു പരിഷ്കരണം നടത്തണം, അതൊന്ന് മാറ്റണം, അതത്ര ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും നിങ്ങൾ അവരുടെ ഹിതം നോക്കേണ്ടി വരും. അവർ ഒരു ഉദാഹരണം, ഇന്ന് പകലാണ് എന്ന് പറയുന്നു, ഇതിപ്പോൾ പകലാണെന്നിരിക്കട്ടെ, അവർക്കത് രാത്രിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രാത്രിയാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കേണ്ടി വരും, അല്ലെങ്കിൽ പകലാണെന്ന് പറയുന്നത് നിങ്ങൾ ആക്രമിക്കേണ്ടി വരും. ഇതാണ് ഏറ്റവും വലിയ ഗതികേട്. അപ്പീസ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിഷ്കരണങ്ങളും പുരോഗതികളും പോലും അതിനെപ്പോലും ബ്ലോക്ക് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത നിങ്ങൾക്ക് വേണ്ടി വരും. കാര്യം നിങ്ങൾ അപ്പീസ് ചെയ്യല്ലേ. അപ്പീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൺലി തിങ് യു ലുക്ക് അറ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൻ്റെ പ്ലഷറാണ്, അതിൻ്റെ പ്രീതി മാത്രമാണ്. അതിൻ്റെ പ്രീതിക്ക് വിരുദ്ധമായ എല്ലാത്തിനെയും നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് നെതന്യാഹുവായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല, നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. ഒരു ഗതികെട്ട ജീവിതമാണ്. മേ ബി യു വിൽ ഗെയിൻ സംതിങ്. ചില ആളുകൾ അത് ബാർട്ടർ ചെയ്യും, ഞാൻ ഇങ്ങനെ ഗതി കിട്ടാലേ എനിക്ക് ഇന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആരെന്ത് തരാനാണ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് പ്രീണനം വളരെ സേഫ് ഓപ്ഷനാണ്. അതാണ് കൂടുതൽ ആളുകളും ആ വഴി പോകുന്നത്. ഐ ഹോപ്പ് യു ഗെറ്റ്.